ഇതിൽ ഇപ്പം തേഴ്സ്ഡേ 14 ഓഗസ്റ്റ്. ഇപ്പോൾ ഒരു ന്യൂസ് ഉണ്ട്. ചെക്ക് ന്യൂസ്. കോർ PPI അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് PPI. ഓക്കെ, ടെക്നിക്കലി ഗോൾഡ് ഫോളോ ചെയ്യാനാണ് പ്രോബബിലിറ്റി. അതെന്താണെന്ന് ചോദിച്ചാൽ രാവിലെ ലണ്ടൻ സെഷനിൽ നല്ലൊരു ഫോളോ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫിബ് വരച്ചിട്ട് റീട്രേസ്മെൻറ്റ് സൈറ്റിൽ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ട്രേഡ് റണ്ണിങ് ആണ്. പക്ഷേ ന്യൂസ് ട്രേഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സി 17:30 US സെഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഗോൾഡ് ഇവിടെ ഒരു ബ്രേക്ക് തന്നു. ഈ ഒരു ലെവല് ബ്രേക്ക് തന്നു. ഇനി ഈ ഒരു ലെവൽ കൂടെ ബ്രേക്ക് തരാനുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് തന്നിട്ട് ഈ നിൽക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ്. ഇത്രയും പോർഷൻ റെസിസ്റ്റൻസ് ആണ്. അത് നേരെ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് തിരിച്ച് റെസിസ്റ്റൻസിൽ ചെന്നു. നല്ലൊരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നു. ന്യൂസിന് മുന്നേ ഗോൾഡ് ഫോളോ ചെയ്യാനുള്ള കൺഫർമേഷൻ ആണ് അത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇത് ഈ ഒരു ലെവലിൽ വയ്ക്കുക. ഗോൾഡിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ടേക്ക് പ്രോഫിറ്റ് 2.7 37. മറ്റേതിൻ്റെ ടേക്ക് പ്രോഫിറ്റ് 37 ആണ്. പക്ഷെ ഇനി ഇത്ര മിനിറ്റ് ഉണ്ട്, 3 മിനിറ്റ് അറൗണ്ട് 2 സംതിങ് ആണ് ന്യൂസിനുള്ളത്. ഇതൊരിക്കലും ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ബിക്കോസ് ഈ ലോ ജനറേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ഹൈ എന്നാണ് അല്ലേ. അപ്പം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റിന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇന്റേണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഈ ഇന്റേണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് റീറ്റെയിലേഴ്സിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഒരു അക്യുമുലേഷൻ നടന്നു. ബിക്കോസ് ന്യൂസ് വരുന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാം ഭയങ്കര അക്യുമുലേഷൻസ് നടക്കുന്നത്. ഈ ഒരു അക്യുമുലേഷനിൽ മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്തു. ചെറുതായിട്ടൊരു ബൈയിങ് ടെൻഡൻസി കാണിച്ചു. റീറ്റെയിലേഴ്സ് ജമ്പ് ചെയ്ത് ബൈ ചെയ്യും. അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കാണിച്ചു. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ മാർക്കറ്റ് 1 മിനിറ്റ് സ്ട്രക്ചർ ചേഞ്ച് തന്നിട്ട് സെല്ലിംഗ് 100% കൺഫേം ആക്കിയാണ്. ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ മാർക്കറ്റ് 1 മിനിറ്റിൽ ഒരുപാട് കാണിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ ടൈപ്പ് ആണ് സ്ട്രക്ചർ. പക്ഷേ ഈ ഒരു സ്ട്രക്ചർ മാർക്കറ്റ് ഒരുപാട് 1 മിനിറ്റ് കാണിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. മാർക്കറ്റ് ഷിഫ്റ്റ് നടത്തുന്നതിന് തൊട്ട് മുന്നേ, നല്ലൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടത്തുന്നതിന് തൊട്ട് മുന്നേ. സോ അതിൻ്റെ പ്രോബബിലിറ്റിയിലാണ് നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ന്യൂസ് വരുന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട് ട്രേഡ് എന്ന്. ക്ലെയിംസ് ഇതെല്ലാം ഒരു 100 പിപ്സിൻ്റെ ന്യൂസാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 44 റീജിയൻ. 44 ഈ ഒരു റീജിയനെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് അപ്രോച്ചിങ് ആണ്. വരട്ടെ 100 പിപ്സ് വരട്ടെ. കമോൺ. ബ്രേക്ക് ഇവനിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ട്രേഡ് എടുത്തിരുന്നതല്ല. ഫസ്റ്റ് TP അടിച്ച് 100 പിപ്സിൻ്റെ ഹാഫ് ലോട്ട് എക്സിറ്റ്. ബാക്കി നമുക്ക് നോക്കാം. ഈ ലിക്വിഡിറ്റി എടുത്തിട്ടില്ലല്ലോ. ടെക്നിക്കൽ വെച്ചിട്ടേ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അതിനപ്പുറത്തൊരു ചോദ്യവും പറച്ചിലൊന്നുമില്ല. ടെക്നിക്കൽ എന്താണോ മാർക്കറ്റ് അത് ഫോളോ ചെയ്യും. 100 പിപ്സ് പിവോട്ടിൽ വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതാണ് ഒരു പ്രശ്നം. ബാക്കിലോട്ടുകൂടെ എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് ആയി. ഹാഫ് ലോട്ട് 100 പിപ്സിലും ബാക്കി ഹാഫ് ലോട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ആയി. 100 പിപ്സിൻ്റെ കാര്യം ഉള്ളായിരുന്നു. 100 പിപ്സ് കറക്റ്റ് എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യും. ബാക്കി മാർക്കറ്റിൻ്റെ മാനിപ്പുലേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ചേഞ്ച്. പക്ഷേ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കേണ്ടതാണ് എങ്ങനെ പോയാലും വരും.
ആയിരുന്നു കറക്റ്റ്. പോകുന്നുണ്ടല്ലോ. അതേ ഉള്ളൂ. ഇനിയിപ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്താലും നമുക്ക് കാര്യമില്ല. നമുക്ക് 2 മിനിറ്റിൽ നമ്മൾ പ്രോഫിറ്റ് അടിച്ചു ഇറങ്ങി. നമുക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.